അങ്ങനെ ഫുഡടിയും കഴിഞ്ഞ് വണ്ടി എടുത്തു. ഇനിയിപ്പം മൂവാറ്റുപുഴ ചെന്ന് സഹിലിനെ വിളിക്കണം. മഴ പെയ്യാനും തുടങ്ങി. നമ്മൾ എവിടെ പോയാലും മഴ ഇപ്പോൾ പതിവാണ്. എന്താണോ എന്തോ. എന്തായാലും അപ്പോഴത്തേക്കും സഹിലിന്റെ കോള് വന്നു. അവൻ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്, നീയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടാന്ന് പറഞ്ഞ് നേരെ മൂവാറ്റുപുഴ ചെന്ന് സഹിലിനെ വണ്ടി കയറ്റി. പാട്ടുകാരുടെ കൂടെ അവനോട് കൂടി. ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ മാമലക്കണ്ടത്തിനുള്ള റൂട്ടിലോട്ട് ഞങ്ങൾ വണ്ടിയെടുത്തു. അത്യാവശ്യം നല്ല മഴയും. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും റോഡ് സൈഡിലാണെങ്കിൽ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നു. എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണമെന്നായി. അപ്പോഴേ വണ്ടി സൈഡാക്കി ചാടി ഇറങ്ങി ഐസ്ക്രീം വാങ്ങി. അവിടെ നിന്ന് കുറേ നേരം ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ച് വണ്ടി കയറി. വണ്ടി എടുത്തു. നേരെ നേര്യമംഗലം പാലത്തിലൂടെ കയറി. ഈ പാലത്തിലൂടെ കയറി പോകുമ്പം പലർക്കും പല കഥകളാണ് ഓർമ്മ വരുന്നത്. മുന്നോട്ട് പോകുന്നതനുസരിച്ച് കാലാവസ്ഥ മാറി വന്നു. നല്ല തണുപ്പ്, നല്ല മഞ്ഞ്. അങ്ങനെ മഴയും മഞ്ഞും തണുപ്പും ആസ്വദിച്ച് ഞങ്ങൾ പോകാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചാപ്പൻ പറഞ്ഞു, നമുക്ക് മെയിൻ റോഡ് പിടിക്കേണ്ട, മാമലക്കണ്ടത്തിന് വേറൊരു വഴിയുണ്ട്, അതിലേ കയറി പോകാം, അത് കുറച്ചുകൂടെ വൈബാണ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. നേരെ ഇതേ ആ റൂട്ടിലോട്ട് കയറി. കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കോട ഇറങ്ങിയിട്ടുമുണ്ട്. എന്തായാലും നല്ല അടിപൊളി വഴി തന്നെ. ഈ വഴി ഞാനിത് ആദ്യമായിട്ടാണ് മാമലക്കണ്ടം പോകുന്നത്. ഇവന്മാര് നേരത്തെ ജീപ്പിന് ഇതിലെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തായാലും പോകുന്ന വഴി കൊള്ളാം കേട്ടോ. ഇതിലേ പോകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ എവിടെ വണ്ടി നിർത്തി ഇറങ്ങിയാലും അപ്പം മഴ പെയ്യും. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് വിട്ടു. നമ്മൾ പോകുന്നതിനനുസരിച്ച് മഴയും കൂടുന്നുണ്ട്. ഇതിപ്പം മഴ നമ്മളെ കൊണ്ടുപോവാണോ നമ്മൾ മഴയുമായിട്ട് പോവുകയാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇവന്മാര് പാട്ട് തുടങ്ങി. മാമലക്കണ്ടത്തെ ആ വയറിലായ സ്കൂളിന്റെ ഫ്ലെക്സും കാര്യമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിലെ ഒരു 800 മീറ്ററാണ് അവർ വഴിയും കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ ഇതേ അങ്ങോട്ട് കയറി. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അതൊരു അടിപൊളി തന്നെ. അങ്ങനെ സ്കൂളിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതേ കൂടെ വന്നവന്മാരെല്ലാം കൂടെ ഒരു ബജിക്കട കയറിയിരുന്ന് ഫുഡടി തുടങ്ങി. നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ചായ ഒരു വൈബാണല്ലോ, അതിന്റെ കൂടെ ബജികളും. പിന്നെ ആ കടയിൽ നിന്ന് നേരെ നോക്കി ആ കാഴ്ചയൊക്കെ കണ്ടു നിന്ന് ചായ കൂടി തുടങ്ങി. ഇവനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ്. എന്തായാലും ഇവന്റെ ഒരു നല്ല സ്വഭാവം തന്നെ ഇത്. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോഷൂട്ട് തുടങ്ങിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തന്മാർക്ക് ഓരോ പോസായി അതിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറത്തുമില്ല. കുറെ നേരത്തെ ഫോട്ടോഷൂട്ടും കലാപരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയേക്കാന്ന് ഓർത്ത് നടന്നു. അപ്പോഴാണ് ഇച്ചാപ്പൻ പറഞ്ഞത് ഇതിലൊരു ഫോറസ്റ്റിലെ റൂട്ടുണ്ട്, ഇടയ്ക്ക് ഓപ്പൺ ആയിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ലാന്ന്. എന്തായാലും അവിടം വരെ പോയി ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. മുന്നോട്ട് നടന്നു. നേരെ വണ്ടിയുടെ അടുത്തെത്തി. ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞിട്ടാകാം പോക്കെന്നായി. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ വണ്ടിയിൽ കയറി. വണ്ടി എടുത്തു. നേരെ ഇനി ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് പോയേക്കാന്ന് വെച്ചു. എന്തായാലും കയറ്റി വിടത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും വെറുതെ പോയെന്ന് ചോദിച്ചേക്കാം, ചിലപ്പോൾ ലെക്കിന് ചാൻസ് കിട്ടിയാൽ അങ്ങനെ പോകാമല്ലോ എന്നോർത്തു. നേരെ ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതേ സഹിലിനെ പറഞ്ഞു വിട്ടു, പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അവൻ ഇറങ്ങിച്ചെന്ന് എല്ലാം വ്യക്തമായിട്ട് തന്നെ കേട്ട് പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, തിരിച്ചു പോകാം, ഇതിൽ അവർ കയറ്റി വിടത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്നത് ഇതിന്റെ തൊട്ടടുത്തായി മുനിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മുനിപ്പാറ കണ്ടേക്കാന്ന് വെച്ച് വണ്ടി ഞങ്ങൾ അങ്ങോട്ട് എടുത്തു.